ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ലച്ചു കുറേ നേരം കൊണ്ട് പിച്ചും പേയും പറയുവാണ്, അവിടെ പടവലത്ത് നിധിയുണ്ട്, പക്ഷെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പാറുക്കുട്ടി അതിശയിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം സിദ്ധു അളിയും പറയുന്നു, കുറച്ച് നേരമായിട്ടേ നമ്മുടെ ലച്ചു ഇങ്ങനെയാണ്, എന്തൊക്കെയോ പിച്ചുമ്പേയും പറയുന്നുണ്ട്. ഇവനെ സൂക്ഷിച്ചോ, ഇവൻ്റെ ആഗ്രഹം നല്ല പണക്കാരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാ എന്ന് പറയുമ്പോഴത്തേക്കും കേശു അളിയനും മുത്തശ്ശിയും പാറുക്കുട്ടി എല്ലാവരും കൂടി സിദ്ധുവിനെ ഇച്ചിരി ദേഷ്യത്തോടെ അതിശയത്തോടെ നോക്കുമ്പോൾ സിദ്ധുവിന് നാണവും ചമ്മലും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല എന്ന മട്ടിനും. അതിന് ശേഷം നമ്മുടെ ലച്ചു വീണ്ടും പിച്ചും പേയും പറയുന്ന കണക്ക് അപ്പോഴ് പിറ്റേ ദിവസം ആയെന്ന് തോന്നുന്നു, ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ലച്ചു ഇത് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതായത് ഇവനെ സൂക്ഷിക്കണം, ഇവൻ പടവലത്തെ ആധാരമൊക്കെ എടുത്ത് പണയം വെക്കാനോ വിൽക്കാനോ സാധ്യതയുണ്ട്. അളിയനി അങ്ങനെ ചെയ്യൂ എന്ന മട്ടിന് അളിയനെ കേശു അളിയനും നോക്കുന്നു, കേശുവിനെ നമ്മുടെ സിദ്ധു അളിയനും നോക്കുന്നു. ആരായിരിക്കും അടിച്ചു മാറ്റാൻ സാധ്യതയെന്ന് രണ്ടു പേർക്കും സംശയമുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു. അങ്ങനെ നിരന്തരം ലച്ചു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് സിദ്ധു അളിയൻ ചോദിക്കുന്നുണ്ട്, ലച്ചുവിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിലില്ലെന്ന് കേശു അളിയനും പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ലച്ചുവിൻ്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് പാറുവളിയന് തോന്നിയിരിക്കുന്നത് ചേച്ചിക്ക് എന്തോ വലിയ ശക്തി കിട്ടിയതാണെന്ന്. അതേസമയം മുത്തശ്ശി പറയുന്നു, പനിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, അപ്പം കുറച്ച് പിച്ചും പേയൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. ഈ കൊച്ചു മാത്രം എന്താ ഇങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതും ഒരു ബന്ധമില്ലാത്ത കാര്യം. ഇനി ലച്ചുവിന് മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇങ്ങനെ ആക്ട് ചെയ്യുന്നതാണോ, അതോ ശരിക്കും വയ്യാണ്ടായതാണോ, അതോ ഇനി പാറുക്കുട്ടി പറഞ്ഞ കണക്ക് എന്തെങ്കിലും ശക്തി കിട്ടിയതിൻ്റെ ഭാഗമാണോ? കാത്തിരിക്കാം. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും കോമഡി ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാത്തിരിക്കാം.